മനമുയർത്താം, അൽത്താരവേദിയിലണയാം. ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാഗത്തിൽ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാഗത്തിൽ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. ശാരുണിലെ പനി നീർദളമായി, ദാവീദിൻ സ്നേഹ സങ്കീർത്തനമായി. പവനതിലൊഴുകും പൂമണമായി, പാരിന്റെ നാഥനെ എതിരേൽക്കാം. പവനതിലൊഴുകും പൂമണമായി, പാരിന്റെ നാഥനെ എതിരേൽക്കാം. തിരിതെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാഗത്തിൽ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. തിരിതെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാഗത്തിൽ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. പുലരിയിലുതിരും ഹിമകണമായി, പൂവിൻ്റെ ഉള്ളിൽ മധുകണമായി. പുലരിയിലുതിരും ഹിമകണമായി, പൂവിൻ്റെ ഉള്ളിൽ മധുകണമായി. കതിരവനേക്കാൾ പ്രഭ തൂകും, രാജാതിരാജനിന്നാത്മബലി. കതിരവനേക്കാൾ പ്രഭ തൂകും, രാജാതിരാജനിന്നാത്മബലി. ഒരു നിമിഷം മനമുയർത്താം, അൽത്താരവേദിയിലണയാം. ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. തിരിതെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാഗത്തിൽ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. തിരിതെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാഗത്തിൽ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. സ്നേഹ ബഹുമാനപ്പെട്ട ജോയി അച്ഛ, ലിസി, ഷാജു, ഷെൽബിൻ, ഷെറിൽ, ക്ഷണിക്കപ്പെട്ട അതിഥികളെ, മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ലിസിയെയും ഷാജുവിനെയും സംബന്ധിച്ച്, അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ഇന്ന് അവർ അടിപൊളിയായിട്ട് ആചരിക്കുന്നതിൻ്റെ തുടക്കമാണ്. 25 നീണ്ട വർഷത്തെ വൈവാഹിക ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്ന അവരോടൊപ്പം നമ്മളും ഒന്നിച്ച് അവർക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയാനായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ആഘോഷ വേളയിലേക്ക് വിശുദ്ധ കുർബാന വഴി തുടങ്ങുന്ന
വേളയിലേക്ക് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട്, നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി നമുക്ക് ഈ ബലി ഒരുമിച്ച് ഏകസ്വരത്തിൽ പ്രാർത്ഥിച്ചും പാട്ടുപാടിയും നമുക്ക് അർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനവോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ, ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷ
പ്രകാശിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം, പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മൽ ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഗതി ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. ആനവത്തിൻ മമ നാഥാ നിൻ മഹിമയ്ക്കളവില്ലറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും താവകർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന് പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ.
സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാവുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശാ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഉൽപ്പത്തി പുസ്തകങ്ങളിൽ നിന്നുള്ള വായന, അധ്യായം 15 വാക്യങ്ങൾ 1 തൊട്ട് 6 മുതൽ വാക്യങ്ങൾ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. പിന്നീട് കർത്താവ് അവന് അരുൾപ്പാട് ഒരു ദർശനത്തിലൂടെ അബ്രഹാമിന് ലഭിച്ചു. അബ്രഹാമെ, ഭയപ്പെടരുത്, ഞാൻ നിൻ്റെ പരിചയമാകുന്നു, നിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അബ്രഹാം പറഞ്ഞു, കർത്താവായ ദൈവമേ, പ്രതിഫലം കൊണ്ട് എനിക്ക് എന്ത് ഗുണം? എനിക്ക് മക്കളില്ലല്ലോ. എൻ്റെ അനന്തരാവകാശി ദമാസ്കസുകാരൻ ഏലിയാസ് ആകുന്നുവല്ലോ. അയാൾ തുടർന്നു, നോക്കൂ, നീ എനിക്ക് ഒരു സന്തതി തന്നില്ല. എൻ്റെ വീട്ടിൽ പിറന്ന് ഒരടിമയായിരിക്കും എൻ്റെ അവകാശി. ഇതാ, അയാൾക്ക് കർത്താവിൻ്റെ അരുൾപ്പാടുണ്ടായി. അയാൾ നിൻ്റെ അവകാശിയാവുകയില്ല, നിൻ്റെ ഔരസപുത്രൻ തന്നെ നിൻ്റെ അവകാശിയായി തീരും. അവൻ അബ്രഹാമിനെ പുറത്തു കൊണ്ടുവന്ന് അരുൾ ചെയ്തു, നീ ആകാശത്തിലേക്ക് നോക്കുക, കഴിയുമെങ്കിൽ അവിടെ കാണുന്ന നക്ഷത്രങ്ങളെ എണ്ണുക. കർത്താവ് അരുൾ ചെയ്തു, അത്രയധികമായിരിക്കും നിൻ്റെ സന്തതികൾ. അയാൾ കർത്താവിൽ വിശ്വസിച്ചു. ഇത് അയാൾക്ക് നീതീകരണമായി കർത്താവ് കണക്കാക്കി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ പാടിടുന്നേ, ഹല്ലേലൂയാ 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 പാടിടുന്നേ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞ
നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏതമനുഗ്രഹപൂരിത കവിതൻ തുലിക പോലെന്നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ 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 പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. നിങ്ങളോടും നിങ്ങളുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10 2 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. പതിവ് പോലെ അവൻ അവരെ പഠിപ്പിച്ചു. ഫരിസേയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം വരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലിസിയും ഷാജുവും ഇന്ന് അവരുടെ വിവാഹ രജത ജൂബിലി ആഘോഷിക്കുകയാണ്. ഒരു വലിയ നീണ്ട പ്രസംഗം പറഞ്ഞ് ഞാൻ ഈ ബലി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള ഒരുപാട് അവസരങ്ങൾ ഇനിയുണ്ട്, കാത്തിരിക്കുകയാണ്. സ്റ്റേജിലൊക്കെ ആളുകളൊക്കെ പറയാനുണ്ടാകും. അവർ തന്നെ ചിലപ്പോൾ അവരുടെ അനുഭവങ്ങളൊക്കെ പറയാനുണ്ടാകും. ഒത്തിരി അതിലേക്കൊന്നും കടക്കാതെ തന്നെ 1-2 ചുരുങ്ങിയ ചെറിയ ചിന്തകൾ മാത്രം നിങ്ങളുടെ മുമ്പേ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പ് ഉറ്റവരുടെയും ഉയരവരുടെയും ദൈവത്തിൻ്റെയും മുമ്പിൽ ബൈബിളിനെ സാക്ഷിയാക്കിക്കൊണ്ട് അവർ ചെയ്ത ഉടമ്പടിയുടെ 25 വർഷത്തെ സാക്ഷാത്കാരമാണ് ഇന്ന്. ബൈബിളിൽ പല ഉടമ്പടികളെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായിട്ടുള്ള 2 ഉടമ്പടികളെ ആണ് നാം അറിയുന്നത്. ഒന്ന്, പഴയ നിയമത്തിൽ യഹോവ അബ്രാഹത്തിന് നൽകിയ ഒരു ഉടമ്പടിയുണ്ട്. മക്കളില്ലാതിരുന്ന അബ്രാഹത്തിനോട് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും ഭൂമിയിലെ മണൽത്തരിയെ പോലെയും സന്താനങ്ങളെ നിനക്ക് ഞാൻ തരും എന്ന് ദൈവം കൊടുക്കുന്ന ഒരു ഉടമ്പടിയാണത്. ആദ്യത്തെ ഉടമ്പടി നമ്മൾ വായിച്ച് കേൾക്കുന്നത് ഇതാണ്. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ ഷെൽവിൻ വായിച്ചതായിട്ട് നമ്മൾ കേട്ടതും. രണ്ടാമത്തെ ഉടമ്പടി നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ, അപ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ഒരു ഉടമ്പടിയാണ്. ഈ ഉടമ്പടിയുടെ പൂർത്തീകരണം നമ്മൾ കാണുന്നത് യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിലൂടെയാണ്. ഇത് പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ അല്ലെങ്കിൽ
പാനം ചെയ്യുവിൻ എന്ന് പറഞ്ഞ ആ ഉടമ്പടിയുടെ സാക്ഷാത്കാരം. ഈ ഉടമ്പടികളുടെ അനന്തരഫലം എന്താണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. ആദ്യ ഉടമ്പടിയുടെ ഫലമായിരുന്നു ഇസ്രായേൽ ജനത. രണ്ടാമത്തെ ഉടമ്പടിയുടെ ഫലമായിരുന്നു ക്രിസ്തീയ ജനത. പ്രിയ സുഹൃത്തുക്കളെ, 25 വർഷങ്ങൾക്ക് മുൻപ് ലിസിയും ഷാജുവും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ഒക്കെ പരസ്പര സ്നേഹത്തോടു കൂടി ഞങ്ങൾ വസിക്കുന്നതാണ്, വിശ്വസ്തയോടുകൂടി ജീവിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉടമ്പടി ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ 25 വർഷം മുമ്പ് അവരുണ്ടാക്കി. ഈ ഉടമ്പടിയുടെ ഫലം എന്താണ് ഉണ്ടായത്? കെട്ടുറപ്പുള്ള ഒരു കുടുംബം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് റോമിൽ ചരിത്രപ്രധാനമായിട്ടുള്ളൊരു ബിഷപ്സ് സിനഡ് നടന്നു വരും, നമുക്ക് എല്ലാവർക്കും അറിയാം. വിഷയം എന്തായിരുന്നു? കുടുംബം. ഇന്ന് യൂറോപ്പിൽ താറുമാറായി കിടക്കുന്ന ആ കെട്ടഴിഞ്ഞു കിടക്കുന്ന കുടുംബ ബന്ധങ്ങളെപ്പറ്റി യൂറോപ്യൻസ് തന്നെ ഗൗരവമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. തങ്ങളുടെ കൈകളിൽ നിന്നും ഇത് വഴുതിപ്പോയിരിക്കുന്നു. കുടുംബജീവിതം, ഫാമിലി എന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നെട്ടോട്ടം ഓടുന്ന ആളുകളെ നമ്മൾ കാണാൻ സാധിക്കും. കെട്ടഴിഞ്ഞു പോയ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് തരങ്ങളിൽ നൂലാമാലകൾ സൃഷ്ടിച്ചുകൊണ്ട് കെട്ടഴിഞ്ഞ് കിടക്കുകയാണ്. എങ്ങനെയാണ് അതിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത്? അത് കൊണ്ടുവരുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അത് കെട്ടഴിഞ്ഞത് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് യൂറോപ്പ് വളരെ കൃത്യമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ചെറുപ്പക്കാർ പള്ളിയിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്തത്? ഞാനൊരു പള്ളിയിലെ വികാരിയാണ്, യൂറോപ്പിലെ മധ്യ യൂറോപ്പിൽ, അതായത് സ്വിറ്റ്സർലൻഡിൽ. ജർമ്മനിയിലും ഞാൻ കുറേ വർഷം ജോലി നോക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ ആനുപാതികമായിട്ട് പള്ളിയിൽ വിവാഹം കഴിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പം അവർ രജിസ്റ്റർ ചെയ്യും, രജിസ്റ്റർ വിവാഹം നടത്തും. എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നടത്തിയില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പണപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന മക്കളെ സ്വന്തം മക്കളായിട്ട് അവർ കണക്കാക്കിയെന്ന് വരില്ല, അത് അഡോപ്റ്റഡ് ചൈൽഡ് എന്ന് എഴുതി വയ്ക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് അവർ രജിസ്റ്റർ വിവാഹം ചെയ്യും. മൂന്നാമത്തെ ഒരു കാരണം കൂടെയുണ്ട്, രജിസ്റ്റർ വിവാഹത്തിൽ നിന്ന് മോചനം കിട്ടാൻ അത്ര പ്രയാസമില്ല രജിസ്റ്റേർഡ് മാരേജ് ആണെങ്കിൽ. ആ സമയം എന്തുകൊണ്ട് അവർ പള്ളിയിൽ വിവാഹം കഴിക്കാതെ ഇരിക്കുന്നു? കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ കഴിക്കാൻ വരുന്നില്ല. ചിലപ്പോഴൊക്കെ ഈ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിവാഹത്തിന് ഒരുങ്ങുന്ന സമയത്ത് മാത്രമല്ല, കുട്ടികളെ മാമോദിസായിക്ക് കൊണ്ടുവരുമ്പോഴത്തേന് ഞാൻ പ്രത്യേകം എടുത്ത് ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ പാടുള്ളതല്ല എന്നാണ് ഒരു വെപ്പ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ പതുക്കെ സ്നേഹത്തോടു കൂടി അവരുടെ അടുത്ത് സമീപിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ പള്ളിയിൽ വിവാഹം കഴിച്ചതാണോ? അപ്പോൾ അല്ല അച്ഛാ, ഞങ്ങൾ പള്ളിയിൽ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ കുട്ടിക്ക് മാമോദിസ നൽകണം. അപ്പോൾ ഞാൻ കുറേ സ്നേഹത്തോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ വിവാഹം കഴിക്കാത്തത്? നമുക്ക് പള്ളിയിൽ വിവാഹം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കി തരാം, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ മാമോദിസയോട് കൂടി ഒരു വിവാഹം കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഉത്തരം വളരെ വിചിത്രമാണ്, ഒരു പക്ഷേ ഭയാനകമാണ്. അവർ പറയുന്നത് പള്ളിയിൽ വിവാഹം ചിലരൊക്കെ പറയും പള്ളിയിൽ വിവാഹം കഴിക്കാത്തത് ഞങ്ങളുടെ പൈസ ഇല്ലാതെ ആഘോഷിക്കാനായിട്ട് അതൊക്കെ കൊണ്ടാണെന്നൊക്കെ പറയും. എങ്കിൽ പോലും ആത്യന്തികമായിട്ട് എന്തുകൊണ്ടാണ് പള്ളിയിൽ വിവാഹം കഴിക്കാത്തത്? കാരണം അവർ തുറന്നു പറയുകയാണെങ്കിൽ അവർ പറയും, ഇവിടെ കുട്ടികൾ ഇരിപ്പുണ്ട്, ചെറുപ്പക്കാരിപ്പുണ്ട്, ചെറുപ്പക്കാരോട് ചോദിച്ചു, കുറച്ചും കൂടെ മുതിർന്നവരായിരിക്കണം, ഈ ഇത്രയും കൊച്ചു പിള്ളേരല്ല. ഞങ്ങളുടെയൊക്കെ സ്വിറ്റ്സർലൻഡിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ മുതിർന്ന 2ാം തലമുറയാണ് അവിടെ ഉള്ളത്. അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഞാൻ പറയുന്ന ഭാഷ എന്താണെന്നുള്ളത്, ഏത് രീതിയിലാണ്. അപ്പോൾ ചോദിച്ചു നോക്കുക, എന്തുകൊണ്ടാണ് അവരുടെ കൂട്ടുകാരോടായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും ഈ വിഷയത്തെപ്പറ്റിയൊക്കെ. പള്ളിയിൽ വിവാഹം കഴിക്കാൻ അവർ വരാത്തതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് കാതലായിട്ടുള്ള കാര്യം പേടിയാണെന്ന് പറയും, ഭയമാണ്. എന്താണെന്നറിയാമോ? എത്ര നാളിത് നിലനിൽക്കുമെന്ന് അറിഞ്ഞുകൂടാ. പള്ളിയിൽ പറയാൻ പോകുന്നത് തന്നെ ഇന്ന് മുതൽ മരണം വരെയും എന്നൊക്കെയാണ് പറയുന്നത്. പണ്ട് ഒരു ഫോറം പൂരിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞിങ്ങനെ ഇതിൻ്റെ അർത്ഥം ഇതാണ്, ഇത് പൂരിപ്പിച്ച് യെസ് എന്ന് മറുപടി പറയണം, ഇന്ന് മുതൽ മരണം വരെ. ഈ വിവാഹം എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങളൊക്കെ നീണ്ടു നിൽക്കുന്നതല്ല,
നൈമിഷികമായിട്ടുള്ളതല്ല, അത് ആത്യന്തികമായിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ ഇതിനകത്ത് ഒപ്പിടിയല്ലെന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ സമയത്ത് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ചോദിക്കുന്ന സമയത്തും ഇന്ന മറുപടി പറയണം എന്ന് കുട്ടിയോട് ഞാൻ പറഞ്ഞു തൊട്ടപ്പോഴത്തേനും ഒരു പെൺകുട്ടി പറഞ്ഞു, ഞാനിത് പറയില്ല, കാരണം എനിക്ക് അറിഞ്ഞുകൂടാ ജീവിതം മുഴുവനും ഇതുപോലെ ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ മനസ്സിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് ആദ്യം വരുന്നത് ആശങ്കയാണ്, ആദ്യം വരുന്നത് ഒരു പേടിയാണ്. എത്ര നാൾ ഇത് നിലനിൽക്കും, എത്ര നാൾ എനിക്ക് ഈ വിവാഹ ഉടമ്പടിയിൽ നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ആശങ്ക ആണ് ആദ്യം വരുന്നത്. അപ്പോൾ അതിന് ഇവർ തയ്യാറല്ല, പേടിയാണ്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, മുമ്പ് ഞാൻ പറഞ്ഞ പോലെ രജിസ്റ്റർ വിവാഹം മോചിപ്പിക്കാൻ എളുപ്പമുണ്ട്, പള്ളിയിലെ വിവാഹം മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതല്ല. അതുകൊണ്ട് പള്ളിയിൽ കെട്ടണ്ടെന്ന് വയ്ക്കും, രജിസ്റ്റർ ചെയ്താണ് മതിയെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു ആത്യന്തികമായിട്ടുള്ള വിവാഹത്തെ പറ്റിയുള്ള ധാരണ പോലും, കൺസെപ്റ്റ് പോലും വളരെ വിചിത്രമായിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകത്തിൽ അല്ലെങ്കിൽ ഒരു കാലത്ത് താമസിക്കുന്ന ലിസിയും ഷാജുവുമാണ് ഇന്ന് 25 വർഷത്തെ ജൂബിലി ആഘോഷിക്കുന്നത്. 25 വർഷം ഒരുമിച്ച് ജീവിച്ചതിന് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. 5 വർഷം വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു പുള്ളി എന്നോട് ഒന്നിച്ച് പറഞ്ഞു, ഇവിടുത്തുകാരനാണ്, പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്കൊന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. ഇവിടുത്തുകാരനാണ്, സ്വിറ്റ്സർലൻഡുകാരൻ. അപ്പം ഞാൻ ചോദിച്ചത്, നീ എന്നാ ആഘോഷിക്കുന്നത്? വിവാഹ വാർഷികം. അതെന്താ, എത്ര വർഷമായോ? അത് 10 വർഷമായോ 15 വർഷമായോ എന്നൊക്കെ ചോദിക്കുന്നു. ഇല്ല അച്ഛാ, 5 വർഷമേ ആയുള്ളൂ. അത് വലിയ സംഭവമാണ് അവരെ സംബന്ധിച്ച്. 5 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു, അത് വലിയ കാര്യമായിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. അത് സാധാരണ അല്ല എന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ, കണക്കറിയാവുന്നതല്ലേ ഷൈഡും, അതായത് വിവാഹമോചനത്തിൻ്റെ കണക്ക് യൂറോപ്പിൽ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം, എന്നെ കാര്യം കൂടുതൽ. നേരത്തെ 2-1 പിന്നെ 3-2, ഇപ്പം 3-2 കൂടി എന്നാണ് പറയുന്നത് വിവാഹമോചനത്തിൻ്റെ കണക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് 5 കൊല്ലം ഒരുമിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കരമാണ്. ഇപ്പോൾ ഇവരോട് ചിലപ്പം ജോലിക്ക് ചെല്ലുമ്പോഴത്തേന് പറയുമായിരിക്കും, ഞങ്ങൾ ജൂബിലി ആഘോഷിച്ചു, എത്ര കൊല്ലം, 25 വർഷം ഒരു ഭാര്യയുടെ കൂടെ തന്നെയോ എന്ന് വേണമെങ്കിൽ ജോലിക്കാർ ഞങ്ങളുടെ അവിടെയൊക്കെ ചോദിക്കും കേട്ടോ. ഒരു ഭാര്യയുടെ കൂടെ 25 വർഷം നീ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അങ്ങനെ ഒരു ലോകത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഇവർ 25 വർഷത്തെ ആഘോഷിക്കുന്നത്. നമ്മെ സംബന്ധിച്ച് ഈ കടന്നുപോയ 25 വർഷത്തെപ്പറ്റി എനിക്ക് അവരുടെ വാക്കുകളിൽ തന്നെ പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കാരണം അതിനുള്ള ഒരു വേദിയല്ല ഇത്. പക്ഷേ എങ്കിൽ തന്നെയും 1990 നവംബർ 26 അവരുടെ കല്യാണം മുട്ടിയറ ഫൊറാന പള്ളിയിൽ വെച്ചായിരുന്നു അല്ലേ. 25 വയസ്സുകാരനായ ഒരു മിലിറ്ററിക്കാരൻ വളരെ ചെറുപ്പമായിരുന്ന ഒരു പാലാ തോടനാൽക്കാരിയുമായിട്ട്, ലിസിയുമായിട്ട് വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. ലിസി സൗദിയിലും ഷാജു പൂനെയിലും അങ്ങനെ ഒന്നിച്ച് താമസിച്ചത്. പൂനെയിൽ ഏതാനും വർഷങ്ങൾ, 2-3 വർഷം. അതിനുശേഷം അവർ UK ഏകദേശം 10 വർഷത്തോളം ഒരുമിച്ച് താമസിച്ചു. 25 വർഷങ്ങൾ ഷാജു പറയുന്നതാണ്, പെട്ടെന്ന് അങ്ങ് കടന്നുപോയി അച്ഛ എന്ന് എന്നോട് പറഞ്ഞു. എല്ലാം അവസാനിപ്പിക്കുന്നത് ഷാജു ഞാനുമായിട്ടുള്ള ഈ സംസാരത്തിൽ ഏറ്റവും അവസാനം പറഞ്ഞത് എന്താണെന്നറിയാമോ? എല്ലാം പെട്ടെന്ന് കടന്നുപോയി, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. പുറകോട്ട് ചിന്തിക്കുമ്പോൾ 25 വർഷത്തെപ്പറ്റി, അവരുടെ കുടുംബജീവിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴത്തേന് അവസാനം പറയാനുള്ളത് നമുക്കൊക്കെ ഇത് തന്നെയാണ്, അല്ലെങ്കിൽ ആയിരിക്കണം, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന്. ഈ ദൈവാനുഗ്രഹമാണ് ഇവരുടെ ഉടമ്പടിയിൽ വിശ്വസ്തയോടുകൂടി നിലനിൽക്കാനായിട്ട് ഇവരെ സഹായിച്ചത്. പ്രിയ സുഹൃത്തുക്കളെ, ഇതിന് ദൈവത്തോട് നന്ദി പറയാനാണ് ഇവരിവിടെ വന്നിരിക്കുന്നത്. നമ്മളും അവരോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ഇനിയും മുന്നോട്ട് ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ അവർക്ക് എല്ലാ ദിവസവും ഇത് പറയാനായിട്ട് വരട്ടെ. ദൈവാനുഗ്രഹങ്ങൾ ഈ ഇവരുടെ കുടുംബജീവിതത്തിൽ പൂർണ്ണമായിട്ട് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമ്മൾ അവരെ വിഷ് ചെയ്യാം, അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ കാഴ്ചവെപ്പിലേക്ക് കടക്കുകയാണ്. നമ്മെ തന്നെ സ്വയമായിട്ട് അർപ്പിക്കുന്ന, അതാണ് ബലി എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ബലിയുടെ അനുസ്മരണം എന്നൊക്കെ പറഞ്ഞാലും
ഇവിടെ സംഭവിക്കുന്ന നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയും തനിക്കുള്ളവയെയും ദൈവത്തിന് അർപ്പിക്കുന്നതിൻ്റെ നാന്ദിയായിട്ട് ഇവരുടെ കുടുംബം ഒരുക്കിയിരിക്കുന്ന ഈ കാഴ്ച വസ്തുക്കൾ ബലിവേദിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് നമുക്ക് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് എല്ലാവർക്കും ഉച്ചസ്വരത്തിൽ പറയാം. തിരി കത്തിയെരിയുന്ന മെഴുകുതിരിച്ചൂടും പ്രകാശം നൽകുന്നതുപോലെ ഞങ്ങളും മറ്റുള്ളവർക്ക് സ്നേഹത്തിനെയും സഹിഷ്ണുതയെയും പ്രകാശനാളങ്ങളായി തീരട്ടെ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പൂക്കൾ, പുഷ്പങ്ങൾ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ്. അതോടൊപ്പം ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നാന്ദിയും ദുഃഖങ്ങളും പേറുന്ന മനുഷ്യ മനസ്സുകളിൽ ആഹ്ലാദത്തിൻ്റെ സൗരവം വിതറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ബൈബിൾ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനരൂപത്തിൽ നിന്നും ഈ ലോകത്തിൽ അവതരിക്കുകയും ഞങ്ങളിൽ വസിക്കുകയും ചെയ്യുന്ന കർത്താവെ, അങ്ങയുടെ തിരുവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ഇന്ന് 25ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ലിസിയെയും ഷാജുവിനെയും കഴിവുറ്റവരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പഴവർഗ്ഗങ്ങൾ, ഈ ഫലവർഗ്ഗങ്ങൾ വഴി ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്ന ഞങ്ങളുടെ അധ്വാനത്തിൻ്റെയും പരിശ്രമങ്ങളുടെയും ഫലമണിയിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാസ, യേശുവിൻ്റെ ജീവിതാർപ്പണത്തിൻ്റെ പ്രതീക്ഷമാണ് ഈ പാനപാത്രം. ഇതിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ ജീവിതാർപ്പണത്തെ സ്വീകരിച്ച് പൗത്രീകരിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വെള്ളം, ജലം ജീവനും വളർച്ചയ്ക്ക് ഉപകരിക്കുന്നത് പോലെ ഞങ്ങളുടെ ആത്മീയമായ ജീവനും വളർച്ചയ്ക്കുമായി ഞങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ മകുടമണിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വീഞ്ഞ്, ആഘോഷത്തിൻ്റെയും ജീവിതാസ്വാദനത്തിൻ്റെയും പ്രതീകമായി വീഞ്ഞ് സ്വീകരിച്ച് ഞങ്ങളുടെ വിവാഹാഘോഷങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഓസ്തി, അപ്പം ജീവന്റെ ചിഹ്നമാണ്. ഈ തിരുവോസ്തി വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങൾക്കുള്ളവയെയും ഞങ്ങളെ തന്നെയും സ്വീകരിച്ച് അനുഗ്രഹിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. നിൻ ജീവനിൽ ദിവ്യവിരുന്നാകുവാൻ പൊടിയുന്നു ഞാനും ബലിവേദിയിൽ. നിൻ ജീവനിൽ ദിവ്യവിരുന്നാകുവാൻ പൊടിയുന്നു ഞാനും ബലിവേദിയിൽ. തിരുമുൻപിലെ മെഴുതിരിയായി ഞാൻ ഉരുകുന്നു
എന്നു നാളും തെളിഞ്ഞിടുവാൻ തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. ആത്മജനം ദിവ്യറുഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ. എന്നേക്കും ആമേനാമേൻ. സുരരുടെ പ്രേക്ഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതരായിടുവാൻ. തിരുസന്നിധിയിൽ ഹൃദയഗണങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തതാതനാമേകദൈവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാ
ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാം സത്യതാതനങ്ങിൽ നിന്നാദ്യജാതനാം സൃഷ്ടിയല്ല പുത്രനാമേശു ദൈവജൻ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. ദൈവസൂനു ദൈവമാണേക സത്തയിൽ ലോക സൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാൽ മർത്യരൂപമാർന്നിഹേ കന്യകാത്മജൻ. പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവി മണ്ണിലുദ്ധിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ. സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്വു മഹിതകാന്തിയിൽ ഒടുവിലെത്തും ഈ മഹിയിൽ അന്നു വിധിയുമായി സകലരും ശ്രവിക്കും അന്ത്യവിധി വിനീതരായി. താതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമായി ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും. ഏകമാണു ധന്യമാണു പാവനം സഭാ സൈഹിക പ്രഭാവമാർന്നു സാർവജനീനം പാപമോചനം തരുന്നു ജ്ഞാനസ്നാനവും ഏറ്റു ചൊല്ലു സാദരം ഞങ്ങളേവരും. മർത്യമുക്തിയാമുയിർപ്പും നിത്യജീവനും ഏറ്റു ചൊൽവ പൂർണ്ണമായി ഞങ്ങളേവരും. സർവശക്തതാതനാകുമേക ദൈവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു.
പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷന്മാരും പിതാക്കന്മാരുമായ മെത്രാപ്പൊലിത്താമാർക്ക് വേണ്ടിയും മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും പ്രത്യേകമായിട്ട് വിവാഹത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഷാജൂനും ലിസിക്കും വേണ്ടിയും അവരുടെ മക്കൾ ഷെൽവിനും ഷെറിലിനും വേണ്ടിയും അവരുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാ കന്യാമറിയത്തിൻ്റെയും അങ്ങനെ തിരുസന്നിധി സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനവും സമൃദ്ധമായ കൃപയാ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവാ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശംശായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദിസയുടെ സജീവവും ജീവിതമായ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശംശിയായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനവും പരിശുദ്ധവും ജീവിതായവും ദൈവവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നിളി വന്ന് നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവശ്യിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാവങ്ങളുടെ മൗനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങനെ മഹനീയവും വിസ്മയവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേ കൃതജ്ഞ അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായും ദൈവമേ, രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനാഥനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി നിന്ന് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാവുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ജീവന്റെ അപ്പമായി വന്നു എൻ്റെ നാഥനാമീശോ ഇന്നെന്നിൽ. ദ്യോവിന്റെ വാതിൽ തുറന്നു തന്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. ജീവന്റെ അപ്പമായി വന്നു എൻ്റെ നാഥനാമീശോ ഇന്നെന്നിൽ. ദ്യോവിന്റെ വാതിൽ തുറന്നു തന്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. ദാഹത്താൽ കേഴുമ്പോൾ നാഥൻ എൻ്റെ ദാഹം ശമിപ്പിച്ചു തന്നു. ക്ലേശത്താൽ നീറുമ്പോഴെല്ലാം എന്റെ ക്ലേശങ്ങളെ കാണണഞ്ഞു. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ ഏകി. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ ഏകി. ജീവന്റെ അപ്പമായി വന്നു എൻ്റെ നാഥനാമീശോ ഇന്നെന്നിൽ. ദ്യോവിന്റെ വാതിൽ തുറന്നു തന്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. ജീവന്റെ അപ്പമായി വന്നു എൻ്റെ നാഥനാം ഈശോ ഇന്നെന്നിൽ. ദ്യോവിന്റെ വാതിൽ തുറന്നു തന്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. കർത്താവേ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ആത്മാവിൻ പരിരക്ഷണമതിനീ നിണവും തിരുമേയും. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഉത്ഥാനത്തിനും അതുപോൽ ജീവനും കാരണമായിടുവാൻ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാവങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ.
മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സാടി വിശുദ്ധരോടൊന്ന് സ്തുതിക്കുവാൻ ഞങ്ങളെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാവുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. നിങ്ങളോടും നിങ്ങളുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാവുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യാതിരേകത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ആമേൻ. തിരുവോസ്തിയ അൽത്താരയിലണയുമീശോയേ, നിന്നെ കാണുവാൻ കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. നിന്നിൽ അലിയാൻ ഞാൻ വരുന്നു. തിരുവോസ്തിയ അൽത്താരയിലണയുമീശോയേ, നിന്നെ കാണുവാൻ കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. നിന്നിൽ അലിയാൻ ഞാൻ വരുന്നു. പാപങ്ങളും പാഴ്മോഹങ്ങളും ദൂരെ അകറ്റിതാ വരുന്നു. പാപങ്ങളും പാഴ്മോഹങ്ങളും ദൂരെ അകറ്റിതാ വരുന്നു. എനിക്കീശോ മതി ഈ അൾത്താരയിൽ, എനിക്കവനെ കാണാൻ കൊതിയാകുന്നു. എനിക്കീശോ മതി ഈ അൾത്താരയിൽ, എനിക്കവനെ കാണാൻ കൊതിയാകുന്നു. തിരുവോസ്തിയായി അൾത്താരയിൽ അണയുമീശോയേ, നിന്നെ കാണുവാൻ
കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിൽ അലിയാൻ ഞാൻ വരുന്നു. നാളുകളേറെ അലഞ്ഞു ഞാനീ ഭൂവിലൊരു നുള്ളു സ്വാന്തനം തേടി. നാളുകളേറെ അലഞ്ഞു ഞാനീ ഭൂവിലൊരു നുള്ളു സ്വാന്തനം തേടി. ഈ അൽത്താര മാത്രമേ അത്താണിയായുള്ളൂ, അവിടന്റെ ഈശോ കാത്തിരിപ്പു. ഈ അൽത്താര മാത്രമേ അത്താണിയായുള്ളൂ, അവിടന്റെ ഈശോ കാത്തിരിപ്പു. തിരുവോസ്തിയായി അൽത്താരയിൽ അണയുമീശോയേ, നിന്നെ കാണുവാൻ കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിൽ അലിയാൻ ഞാൻ വരുന്നു. തിരുവോസ്തിയായി അൽത്താരയിൽ അണയുമീശോയേ, നിന്നെ കാണുവാൻ കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിൽ അലിയാൻ ഞാൻ വരുന്നു. മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസവനേകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിതപാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ.
കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ അറിഞ്ഞുകൂടാ. ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ. പാരിതിന്നധിനാഥനായങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകേ, ആരാധിക്കുന്നു പാരാകേ. ദൈവദൂതന്മാരെ വരും, പിന്നെ സ്വർഗവാസികൾ സർവരും, സ്വർഗവും ക്രോവിസഭവൃന്ദവും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനാം ദൈവം സംശുദ്ധൻ, സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ, സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ. ഭൂവും വാനവും തന്മഹീമയാൽ തിങ്ങിടുന്നല്ലോ സന്തതം. ശ്രീയേഴും ദിവ്യ പ്രേഷിതർ ധന്യർ, ദിവ്യന്മാർ വേദസാക്ഷികൾ. നിത്യാനന്ദ പ്രതാപവാനങ്ങെ വാഴ്ത്തിടുന്നു നിരന്തരം, വാഴ്ത്തിടുന്നു നിരന്തരം. നിസ്തുലൻ പ്രഭാപൂരിതൻ ദാതാ നിത്യനാം ഏകസൂനുവേ, പാവനാത്മ ത്രിയേക ദൈവമേ, സ്തോത്രമെന്നും എന്നേക്കുമേ. ലോകമാകവെ പാവനം സദാ കീർത്തിക്കുന്നങ്ങേ സാദരം, കീർത്തിക്കുന്നങ്ങേ സാദരം. പ്രഭവമേഴും രാജനാണു നീ, ക്രിസ്തുനാഥ മഹോന്നത. ഉന്നതനായ താതൻ തന്നുടെ ദിവ്യനാം സൂനുവാണു നീ. മർത്യരക്ഷയ്ക്കായി കന്യകയിൽ നിന്നങ്ങുമന്നിടെ ജാതനായി, അങ്ങുമന്നിടെ ജാതനായി. മൃത്യുവേ ജയിച്ചങ്ങു മക്കൾക്കായി സ്വർഗവാതിൽ തുറന്നഹോ. ദൈവത്തിൻ്റെ വലതുഭാഗത്തായി വാഴൂ നീ ദിവ്യശോഭയിൽ. അങ്ങു താൻ വിധിയാളനായി വരും എന്നും വിശ്വസിക്കുന്നിവർ, എന്നും വിശ്വസിക്കുന്നിവർ. നിന്നനർഘമാം ശോണിതത്തിനാൽ വീണ്ടെടുത്തൊരിദാസരിൽ നിൻ കൃപാവരം ചിന്തണേ എന്നും യാചിപ്പൂ ഞങ്ങൾ സാദരം. നിത്യാനന്ദത്തിലങ്ങേ സ്നേഹിതർ ഒത്തുചേരാൻ കനിയണേ, ഒത്തുചേരാൻ കനിയണേ. കാത്തിടൂ ദാതാ നിൻ ജനങ്ങളിൽ
ഇന്നു ഞങ്ങളിൽ പാപമേശായ്വാൻ നിന്നനുഗ്രഹം നൽകണേ. ആശ്രയിച്ചിവർ തീവ്രമായങ്ങിൽ തിങ്ങും കാരുണ്യം പുൽകുവാൻ അർപ്പിച്ചു നിന്നിലാശ സർവവും ലേശം ലജ്ജിക്കയില്ല ഞാൻ, ലേശം ലജ്ജിക്കയില്ല ഞാൻ.